ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് യുവജന ദിനം. കേരള ലത്തീൻ കത്തോലിക്ക സഭയിലെ എല്ലാ ദേവാലയങ്ങളും ഇന്ന് യുവജന ദിനം വളരെ ലളിതമായി ആഘോഷിക്കപ്പെടുന്നു. സമൂഹത്തിന്റെ സൗന്ദര്യവും സമ്പത്തുമാണ് യുവജനങ്ങൾ. യുവത്വം ജീവിതത്തിന്റെ തിളക്കമാർന്ന വസന്തമാണ്. യുവത്വം സഭയുടെയും സമൂഹത്തിന്റെയും നിധിയാണ്. യുവജനങ്ങൾ ഒരു കുടുംബത്തിന്റെ ശക്തിയും പ്രതീക്ഷയുമാണ്. കർമ്മപൂരിതമല്ലാത്ത യുവത്വം സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല. മൂല്യാധിഷ്ഠിത സമൂഹ സൃഷ്ടിയിൽ യുവജനങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ്. ഉദിച്ചുയരുന്ന പ്രഭാത സൂര്യനെ പോലെ ഓരോ ദിനങ്ങളും യുവത്വത്തിന്റെ കരുത്ത് ഉദിച്ചുകൊണ്ടിരിക്കുന്നു. തീനാളം ഓരോ അശുദ്ധിയും ശുദ്ധീകരിച്ച് പരിശുദ്ധി ആയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീനാളങ്ങൾ ഓരോ യുവജനങ്ങളിലും കരുത്ത് പകരുന്നു. ദൈവിക പുണ്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നിറഞ്ഞ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് തീരുവാൻ പുതുതലമുറയിലെ ഓരോ യുവജന സുഹൃത്തുക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പുതിയ കാഴ്ചവയ്പ്പുകളാണ്. ആധുനിക സമൂഹത്തിൽ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും പിൻബലത്തിൽ അതിജീവിക്കാനുള്ള സാമൂഹ്യ സുരക്ഷിതത്വം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം, വിവര സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും കൊണ്ട് വ്യക്തി കുടുംബ സമൂഹ ബന്ധങ്ങൾ ശിഥിലമാവുകയും ജീവിതത്തിനും ഭീഷണി ഉയർത്തുന്ന തിന്മകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ്. കൂടാതെ യുവജനങ്ങളുടെ കരുതലും കർമ്മവീര്യവും ക്രിയാത്മക പ്രവർത്തനങ്ങളും വഴി സമഗ്ര വളർച്ച കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായ ഒരു പുത്തൻ യുവശക്തി വാർത്തത് സമൂഹത്തിന് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രതിസന്ധികളിൽ പതറാതെ ഓരോ പ്രവർത്തനങ്ങളും തളരാതെ മുന്നേറുവാനും കുതിരയുടെ ശക്തിയോടെ നീങ്ങിക്കൊണ്ട് പിന്നിലാകുന്ന ഓരോ നിമിഷങ്ങളും നന്മയുടെ ദിവസങ്ങളായി തീർക്കുവാനും തിന്മയുടെ ശക്തികളെ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യുവാനും ക്രിസ്തുവിന്റെ ജീവിത മാതൃക അനുകരിച്ച് നമുക്കും മുന്നേറാം. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കോവിഡ് വിപത്ത് നമ്മുടെ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് യാചിക്കാം. ഈ രോഗത്താൽ ക്ലേശിക്കുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും ഈ അൾത്താരയിൽ കാരുണ്യപൂർവ്വം സമർപ്പിക്കാം. ഈ മഹാമാരി ലോകം മുഴുവനും വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെയും സഭാ നേതൃത്വത്തിന്റെയും വാക്കുകൾ അക്ഷരം പ്രതി സ്വീകരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ മഹാവ്യാധിയുടെ മേൽ ദൈവപിതാവിന്റെ മഹാകാരുണ്യം ഒഴുകുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യബലിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോൺ പോൾ അച്ഛനെയും നമ്മുടെ പ്രിയങ്കരായ യുവജനങ്ങളെയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ദിവ്യബലി മധ്യേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശന ഗാനത്തിനായി നമുക്ക് അണിചേരാം. ഞാനും ഈ ബലിയിൽ നിൻ തിരുസവിധേ
ഒരു മനമോടണി ചേരാ കനിയു സ്നേഹനാഥ അണയു ഈ ബലിയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലേക്കും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടവകകളിൽ യുവജനങ്ങളുടെ ദിനമായി ആചരിക്കുമ്പോൾ പ്രത്യേകമായി യുവജനങ്ങളിൽ വളരെയധികം സ്നേഹിച്ചിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം വിശുദ്ധനായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലായിരിക്കുകയാണ്. അദ്ദേഹം യുവജനങ്ങളോട് പലപ്പോഴും പറയാറുള്ള വാക്കുകളാണ്: ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഒരു പ്രവാചക ശബ്ദം എന്ന പോലെ ഇന്നും നമ്മുടെ തിരുസഭയിൽ മുഴങ്ങുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഈശോ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈശോയുടെ ജീവിതത്തിൽ ഒത്തിരി പരിമിതികൾ മാനുഷികമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ടിരുന്നു. അവിടെയെല്ലാം മറ്റുള്ളവരുടെ അനാദരവും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഈശോ നേരിട്ടപ്പോഴെല്ലാം ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് മറ്റുള്ളവരെ ഏവരെയും ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കരുണയോടുകൂടി കണ്ട ഈശോ. ഇതാണ് യുവജനങ്ങളായ നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഇന്ന് ഈ യുവജന ദിനം ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി ഈശോ നമ്മളോട് ക്ഷണിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാനാണ്. ഒരുപക്ഷെ ലോകം നമ്മളെ അധിക്ഷേപിച്ചേക്കാം, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കണ്ടില്ലെന്ന് നടിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ, നമ്മുടെ ഇടവകയിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള പ്രിയപ്പെട്ടവർ പോലും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കണ്ടില്ലെന്ന് വെച്ചേക്കാം. എന്നാൽ അവിടെയെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തി, നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവാണ് നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഇന്ധനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, കാരണം ക്രിസ്തു നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളിൽ ഒരുവനായുണ്ട്. ഇതാണ് ഈ യുവജന ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രത്യാശയുടെ വചനം. ഈ വചനം സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിലൂടെ എല്ലാ യുവജനങ്ങളെയും യുവതി യുവാക്കളെയും ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കാം. പ്രത്യാശയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മ്യൂറിന്റെ ജീവിതത്തെ പോലെ ധാർമ്മികതയുടെ പാതയിൽ ചലിക്കുവാനും വിശ്വാസം ത്യജിക്കാതെ മരണം വരെ ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാനുമുള്ള അനുഗ്രഹം ഉണ്ടാകുവാൻ നമുക്ക് നിശബ്ദമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനുമുള്ള എല്ലാ യുവതി യുവാക്കളെയും ഈ വിശുദ്ധ ബലിയിൽ ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയോടെ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർലോകരാജനെ. സർവൈകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അത് പതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു. സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവെ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? ഇത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യേസ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സുഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ യുവജനങ്ങളെ, ഇന്ന് നമ്മുടെ ഇടവകകളിൽ പ്രത്യേകമായി യുവജനങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രത്യേകമായി യുവജന ദിനമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ വചനഭാഗം നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു പ്രത്യാശ നൽകുന്നുണ്ട്. കാരണം ക്രിസ്തു മരിച്ചത് ഒരു പ്രായമായ വ്യക്തിയായ ശേഷമല്ല, മറിച്ച് ഈശോയുടെ യൗവനകാലത്തിലാണ് ഈശോ ഈ ലോകത്ത് നിന്ന് തൻ്റെ പൂർണ്ണമായും ഈ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയത് യുവാവായ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലെ ഓരോ പ്രാർത്ഥനകളും പലപ്പോഴും യുവാവായ ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ യുവാവായ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒത്തിരി പ്രതിസന്ധികളും പ്രലോഭനങ്ങളെയും കുറിച്ചുള്ള ഒരു വിവരണമാണ് മാർക്കോസിന്റെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നത്. നമ്മൾ വായിച്ചു കേട്ട സമയത്ത് മാർക്കോസ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ സുവിശേഷത്തിൽ പറയുന്ന സിനഗോഗ് എന്നത് ഈശോയുടെ നാടായ നസറത്തിനെ കുറിച്ചാണ്. നസറത്ത് എന്ന് ഈ സുവിശേഷത്തിൽ പറയുന്നില്ലെങ്കിലും ഈശോയുടെ നസറത്ത് എന്ന നാട്ടിലെ കാര്യമാണ് ഈ സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരണമാണ്. കാരണം തൻ്റെ ബന്ധുമിത്രാദികളോ തൻ്റെ സ്വദേശത്തുള്ള വ്യക്തികളോ തൻ്റെ പ്രിയപ്പെട്ടവരോ അവനെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ്, ദൈവ മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം അവരെല്ലാം പറയുന്ന വാക്യങ്ങൾ, വചനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഈ സുവിശേഷത്തിൽ പ്രതിനിധിക്കുന്നുണ്ട്. അവൻ മരപ്പണിക്കാരന്റെ മകനാണ്, അല്ലെങ്കിൽ അവൻ ഇവന്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികളും ഈശോയ്ക്കെതിരായി വിരൽ ചൂണ്ടുന്നത് അധിക്ഷേപിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, യുവാക്കളായ യുവതികളായ നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല.
അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നന്മയാകുന്ന ചിന്തകൾ, നന്മയാകുന്ന പ്രവൃത്തികൾ ചിലപ്പോഴേക്ക് സംശയ ദൃഷ്ടിയോടെ സമൂഹം, നമ്മുടെ ഇടവകയാകാം, നമ്മുടെ സൗഹൃദങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളാകാം, ബന്ധുമിത്രാദികളാകാം, ചിലപ്പോഴൊക്കെ നമ്മളെ സംശയ ദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന പല നിമിഷങ്ങളുണ്ടാകാം. ഇതെല്ലാം നമുക്ക് വേദനയാണ്. മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈശോ നേരിട്ടതുപോലെ തന്നെ ഈശോ നന്മകൾ ചെയ്തപ്പോൾ വിരൽ ചൂണ്ടുന്ന അധിക്ഷേപിക്കുന്ന ജനതയെ നോക്കി അവരൊരിക്കലും വിലപമായ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നേരിടുന്ന പ്രതിസന്ധികളിൽ മാനുഷികമായ പരിമിതികൾ മൂലം നമുക്ക് വേദനകൾ ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ എന്തിനു ഞാനിത് ചെയ്യണം എന്ന ചിന്തകൾ മാനുഷികമായി കടന്നുകൂടും. അവിടെയൊക്കെ എനിക്കും നിങ്ങൾക്കുമുള്ള വലിയൊരു പ്രത്യാശയാണ് കുരിശിലെ ഈ രൂപം. കാരണം ഈ കുരിശിലെ രൂപമാണ് ഓരോ യുവതീ യുവാക്കളായ ക്രൈസ്തവർക്കും ക്രിസ്തുവിനെ അനുകരിക്കുന്നവർക്കുമുള്ള ഏറ്റവും വലിയ പ്രത്യാശ. കാരണം പാപം ചെയ്യാത്ത ഒരുവനെ പാപിയായി ചിത്രീകരിച്ചുകൊണ്ട്, ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് കുരിശ് തറച്ച ജനതയായിരുന്നു നമ്മുടെ ഈ മനുഷ്യ ജനത. ഇത് തന്നെയാണ് ഈ നൂറ്റാണ്ടിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രൈസ്തവരെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകൾ സത്യമെങ്കിലും, നമ്മുടെ പ്രവൃത്തികൾ ധാർമ്മികമെങ്കിലും, നമ്മുടെ ചിന്തകൾ ദൈവികമെങ്കിലും ചിലപ്പോഴൊക്കെ അതൊന്നും അംഗീകരിക്കണമെന്നില്ല. അവിടെയൊക്കെ മറ്റുള്ളവരിലൂടെ അധിക്ഷേപങ്ങളും മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിലയിടിച്ചലുകളും സംഭവിക്കാം. അവിടെയെല്ലാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നോക്കിക്കാണുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കും. ഈ ഒരു സന്ദേശമാണ് ഇന്ന് യുവജന ദിനമായി ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അവസാനമായി ഈ സുവിശേഷകൻ പറയുന്നത് ഇപ്രകാരമാണ്: ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. സ്നേഹിതരെ, നമ്മുടെ ഇടയിൽ പലപ്പോഴും യുവജനങ്ങളായ നമ്മളും അതോടൊപ്പം തന്നെ നമുക്ക് മാതൃകകൾ കാണിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന പല വ്യക്തികളും പലപ്പോഴും നമുക്ക് വരുന്ന ചെറിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കാകാം, അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തനങ്ങൾക്കാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളും പ്രത്യാശകളും പൂർണ്ണമായ സാഫല്യത്തിൽ എത്തിച്ചേരാനായിരിക്കാം. എന്നാൽ ഇന്നത്തെ ഈ സുവിശേഷ വായനയിലൂടെ നമുക്ക് വളരെ വ്യക്തമായി അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇതൊന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതമായ പ്രവർത്തനങ്ങളിൽ വന്ന് ഭവിക്കുവാനോ ഇതൊന്നുമല്ല. മറിച്ച് വിശ്വാസമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ വിശ്വാസമുള്ള വ്യക്തികളായി മാറുക. ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഈ സുവിശേഷകൻ പറയുന്നത്, വിശ്വാസമുള്ള സമൂഹത്തെ അന്വേഷിച്ച് ഈശോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട്. ഓരോ അത്ഭുത പ്രവൃത്തിക്ക് ശേഷം അവിടെ വിശ്വാസം കണ്ടില്ലെങ്കിൽ, അവരെ അത്ഭുതം മാത്രം അന്വേഷിക്കുന്ന ജനതയാണെങ്കിൽ അവിടെ നിൽക്കാതെ മറുദേശത്തേക്ക്, മറുകരയിലേക്ക് ഈശോ പലായനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ സംഘടനകളിൽ, നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകളിൽ നമുക്ക് വിശ്വാസം അനുദിനം വളർത്തുവാനായിട്ട് ശ്രമിക്കാം. കാരണം വിശ്വാസമുള്ളിടത്താണ് അത്ഭുതമുണ്ടാകുന്നത്. അത്ഭുതം എന്നത് വിശ്വാസത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ദാനം മാത്രമാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് യുവജന ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ യുവജനങ്ങൾക്ക് പ്രത്യാശ നൽകിയ മാർപ്പാപ്പയാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തെ യുവജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മാർപ്പാപ്പയാണ്. കാരണം വിശുദ്ധനായ അദ്ദേഹം പലപ്പോഴും പറയാറുള്ള വചനമാണ്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ, ഒറ്റപ്പെടലുകളിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുകളിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അംഗീകരിക്കുന്നില്ല, എൻ്റെ ധാർമ്മികമായ മൂല്യങ്ങൾ മറ്റുള്ളവർ കാണുന്നില്ല, ഈ തോന്നലുകളിലെല്ലാം എനിക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ ക്രിസ്തുവിൻ്റെ വലിയൊരു വചനമാണ് ഈ മാർപ്പാപ്പയിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധരെല്ലാം നമുക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായിരുന്നു മദർ തെരേസ്യ. വിശുദ്ധയുടെ ജീവിതത്തിലും ഒത്തിരി അധിക്ഷേപങ്ങൾ,
ധാർമ്മികമായ മൂല്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും പ്രത്യാശയിലൂടെ സഞ്ചരിക്കുമ്പോഴും ക്രിസ്തുവിനെ അടുത്തനുഗമിച്ചപ്പോഴും വിശുദ്ധ നേരിട്ടിരുന്നു. അതിന് ഏറ്റവും വലിയ ചെറിയൊരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധയുടെ ജീവിതത്തിൽ വിശുദ്ധ ഒത്തിരി പാവങ്ങളെ സഹായിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധ ഒരു ദിവസം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിശുദ്ധ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ധനികനായ യുവാവിന്റെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് വിശുദ്ധ ചോദിച്ചു, അല്ലയോ സഹോദര, എൻ്റെ ആശ്രമത്തിൽ ഒത്തിരി ആളുകൾ വിശന്ന് ഭക്ഷണമില്ലാതെ വേദനിച്ചു കഴിയുന്നു, അവരെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ യുവാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ആ യുവാവ് പുഷ്ടത്തോടുകൂടി വിശുദ്ധയുടെ കരങ്ങളിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. എന്നാൽ വിശുദ്ധ യാതൊരുവിധ മുഖഭാവവും മാറ്റം വരാതെ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ യുവാവിനോട് പറയുകയാണ്, ഇത് എനിക്കുള്ള സമ്മാനമാണ്, ഇത് ഞാൻ സ്വീകരിച്ചു. ഇനി എൻ്റെ പാവപ്പെട്ട മക്കൾക്ക് നീ നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവിനോട് വീണ്ടും ചോദ്യം ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി വിശുദ്ധ മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ കാണാം. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവീകത തിരിച്ചറിഞ്ഞ നിമിഷമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തനിക്കുള്ള സ്വത്തുക്കളിൽ ഭൂരിഭാഗവും പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനായി അദ്ദേഹം തയ്യാറാകുന്നത് ഈ മദർ തെരേസയിലൂടെയുള്ള പ്രവൃത്തിയിലൂടെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിശുദ്ധർ ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് നമുക്ക് പ്രചോദനമാണ്. നിങ്ങളുടെ ഇടയിലും തീർച്ചയായും വിശുദ്ധിയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന ഒത്തിരി യുവതി യുവാക്കളുണ്ട്. നമുക്കുള്ള വലിയ പ്രചോദനമാണ്, പ്രത്യാശയാണ് അവരെല്ലാം. നമ്മുടെ ഈ വചനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ക്രിസ്തുവിന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മിലൂടെ ക്രിസ്തു പ്രവർത്തിക്കട്ടെ, നമ്മിലൂടെ ക്രിസ്തു കാണട്ടെ, നമ്മിലൂടെ ക്രിസ്തു ചിന്തിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. ഇന്ന് യുവജനം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിന്റെ കരങ്ങളായി, ക്രിസ്തുവിന്റെ കണ്ണുകളായി, ക്രിസ്തുവിന്റെ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മൾക്കെല്ലാം മുൻവിധികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാകും എന്ന ചിന്തകൾ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ചിന്തകൾ സ്വീകരിക്കുന്ന വ്യക്തികളായി മാറുവാനുള്ള അനുഗ്രഹം നമുക്ക് ഏവർക്കും നൽകട്ടെ. ഈ യുവജന ദിനത്തിൽ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്താം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയാസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, ലോകം മുഴുവനും വിവിധങ്ങളായ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മുടെ മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ചെറുതും വലുതുമായ എല്ലാ യാചനകളും പ്രാർത്ഥനകളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹം ഈ ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും
നമ്മുടെ സമൂഹത്തിലും പ്രത്യേകമായി കരുണയായി വർഷിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. കരുണയുള്ള ദൈവമേ, നമ്മുടെ തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും നമ്മുടെ രൂപത അധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ പിതാവിനെയും നമുക്ക് വേണ്ടി ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോൺ പോൾ അച്ഛനെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം തങ്ങളെ തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കുവാനും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ അജഗണങ്ങളെ വിശ്വാസ തീക്ഷ്ണതയിൽ വളർത്തിയെടുക്കുവാനും വേണ്ട അനുഗ്രഹം അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപാലകനായ പിതാവേ, അങ്ങ് ഈ ലോകവും സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടിക്കും നീതിയുടെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തത്വങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തുവല്ലോ. ഈ നിമിഷം ഞങ്ങളുടെ രാഷ്ട്രത്തെയും രാഷ്ട്രീയ നേതാക്കളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞ് ആക്രമണത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും പടവാളുകളുമേന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് മാറ്റം വരുത്തുന്നതിനും ജനതകളുടെ ക്ഷേമവും ഐശ്വര്യവും മുന്നിൽ കണ്ടുകൊണ്ട് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന കാരുണ്യത്തിൻ്റെ വക്താക്കളായി എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും എളിമയിലും തങ്ങളുടെ കുടുംബങ്ങളെ പടുത്തുയർത്തുവാൻ, തങ്ങൾക്ക് ദാനമായി ലഭിച്ച മക്കളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വളർത്തുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, യുവജനങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യുവാവായ യേശുവിൻ്റെ മാതൃക പിൻചെന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് ഇന്നത്തെ പ്രലോഭനങ്ങളിൽ അടിമപ്പെടാതെ സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി ജീവിക്കുവാനും അവർ ഓരോരുത്തരും ഉയർന്ന പഠന നിലവാരം കാഴ്ചവെച്ചുകൊണ്ട് അവർ അർഹിക്കുന്ന തൊഴിൽ സ്വായത്തമാക്കാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാത്സല്യനിധിയായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബാലനായ യേശുവിനെ പോലെ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുവാനും അനുസരണയിലും ദൈവഭക്തിയിലും വളർന്ന് ശോഭിക്കുവാനും പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നവരെ, പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. രോഗപീഠകളാൽ വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് സൗഖ്യവും രോഗഭീതിയിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസവും സംരക്ഷണവും നൽകണമേ. രോഗവ്യാപനത്തെ തടയുവാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ,
ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവരെ നിത്യസൗഭാഗ്യത്തിൽ അർഹരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും ആശീർവദിച്ചൊര കൈകളിൽ നാഥാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും താരവേദിയിൽ അർപ്പിതമാകാൻ ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും താരവേദിയിൽ അർപ്പിതമാകാൻ ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും ദാസർക്കു പകരമായി കൈക്കൊള്ളണേ പ്രീതിയോടി ബലി സ്വീകരിക്കണമേ ദാസർക്കു പകരമായി കൈക്കൊള്ളണേ പ്രീതിയോടി ബലി സ്വീകരിക്കണമേ ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസവം മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത
വാഞ്ചകൾ പൂജിതനേ ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ആയതുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ പാപങ്ങളേന്തി മരിച്ചനാഥ താപക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജനം ആർദ്രഭക്ത്യ തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരുതുഘോഷിക്കുന്നു നിൻവരവിങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായക മാലാഖമാർ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 you
കടന്നു പോകുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ഈ ധന്യമായ നിമിഷത്തിൽ ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങളെയും യുവതിവാക്കന്മാരെയും പ്രത്യേകമായി നമ്മുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവം നൽകുന്ന വലിയൊരു പ്രത്യാശയാണ് വിശുദ്ധി എന്നത്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, യുവജനങ്ങൾ പ്രതീക്ഷയില്ലാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് ആരുമില്ല എന്ന തോന്നലുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ ആരും അംഗീകരിക്കുന്നില്ല എന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോൾ, അവിടെയെല്ലാം നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ക്രിസ്തുനാഥൻ. എനിക്കും നിനക്കും വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധ കുർബാനയിലും നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ സംരക്ഷണമാണ്, ഈശോയുടെ സ്നേഹമാണ്. ഈ വിശുദ്ധ ബലിയിൽ ഈ സ്നേഹത്തെ, ഈ സാന്ത്വനത്തെ, ഈ കരുണയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള നിമിഷമാക്കി മാറ്റാം. യുവജനദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്കൊരു പ്രത്യാശയാകട്ടെ, പ്രതീക്ഷയാകട്ടെ, വെളിച്ചമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ ഇടവകയിലെ, നമ്മുടെ രൂപതയിലെ, ലോകം മുഴുവനുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ മിഷനാണ് മറ്റുള്ളവർക്ക് താങ്ങാകുക, തണലാകുക എന്നത്. കാരണം യൗവനം എന്നത് ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ചുറുചുറുക്കോടെ പ്രവർത്തിക്കുവാനുള്ള ഏറ്റവും വലിയ സമയമാണ് യൗവനമെന്നത്. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ നമുക്ക് കൂടുതൽ സമൂഹത്തിനും സഭയ്ക്കും നമ്മുടെ സൗഹൃദങ്ങളിലും നന്മയായി ഉപയോഗിക്കുവാൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ഈ ധന്യമായ നിമിഷത്തിലൂടെ ഭക്തിയോടെ നമുക്ക് കടന്നു പോകാം. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധരാകുന്നു. ആകയാലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നു കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങു വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചിരിക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ വിൻസെന്റ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന നിങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശാനുഭവൽകൃതരായും നിർഭയം നമുക്ക് ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം.
തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷയുമുണ്ട്. അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിനയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്ഥിതൻ രൂപമായി എന്നിൽ സത്താരി തീർക്കുന്ന സർവേശ്വര, സ്ഥിതൻ രൂപമായി
സവിധം പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരും ഒന്നായി നിന്നെ സകലം വാഴ്ത്തിടുവാൻ യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഈശോയിലും സ്നേഹമുള്ളവരെ, ഇന്ന് യുവജന ദിനം ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധ ബലിയിലൂടെ സർവശക്തനായ ദൈവം യുവാക്കളും യുവതികളുമായ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ പോരാളികളായി ഈ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ താങ്ങും തണലുമായി പ്രത്യാശയുടെ കിരണങ്ങളായി ശോഭിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കട്ടെ. കാരണം യൗവനം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. നിങ്ങളിൽ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ നേരിടുന്ന എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിലെല്ലാം യുവാക്കളും യുവതികളുമായ നിങ്ങളുടെ പ്രത്യാശ നൽകുവാൻ, അവിടെയെല്ലാം ധാർമ്മികമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാൻ, എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം ക്രിസ്തുവോട് ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിക്കുവാനും അതിനെ തിന്മയ്ക്കെതിരെ പോരാടുവാനും അധാർമികതത്തിന് എതിരെ ശബ്ദമുയർത്തുവാനും മറ്റുള്ളവർക്ക് ധീരമായ നേതാക്കളായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവോടൊത്ത് പ്രവർത്തിക്കുവാനും നിങ്ങളെ സർവശക്തനായ ദൈവം പ്രത്യേകമായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ ഭവനങ്ങളിലെയും നിങ്ങളുടെ സമൂഹത്തെയും സമൃദ്ധമായി കുടികൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സമ്പൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങേ സ്തുതികളിൽ ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു,